യെസ്, ഹലോ സ്നേഹം നിറഞ്ഞവരെ. എൻ്റെ ചേട്ടൻ്റെ മകള് ഇതുപോലത്തെ പസിൽസ് ചെയ്യാറുണ്ട്. അവൾ അതിന് പറയുന്നത് അടുക്കി അടുക്കി എന്നാണ്. ഐറിൻ മോള് അടുക്കി അടുക്കി എന്ന് പറയുന്നത് ഇപ്രകാരം പല പീസുകൾ അടുക്കി അടുക്കി വെച്ച് കഴിയുമ്പോഴാണ് ആ പസിൽ സോൾവ് ആകുന്നത് കൊണ്ടാണ്. ഒറ്റ നോട്ടത്തിലോ ഒറ്റ പസിലിലോ നമുക്കിത് മനസ്സിലാവില്ല, ചില പീസസ് മാത്രമാണ്. അതുപോലെയായിരുന്നു ശിഷ്യന്മാരുടെ ജീവിതത്തിലും. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈശോ ആരാണെന്നും ഈശോയുടെ രക്ഷ അവിടുത്തെ കുരിശുമരണത്തോട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നും അവരിത് മനസ്സിലാക്കിയത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സത്യത്തിന്റെ പൂർണ്ണത നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് പാപമാണെന്ന് നമുക്ക് ചില ബോധ്യമുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ആ പാപത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് അകന്നു പോകാനും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ദൈവത്തിന്റെ കരുണയെ ചോദ്യം ചെയ്യും, എന്തിനാണ് ഈ വിധ ദുഃഖങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ചിലപ്പോൾ നമ്മൾ ഈ നന്മ തിരിച്ചറിയാതെ പോകും. ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളപ്പോൾ നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അവിടുത്തെ കരുണയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും തികഞ്ഞ ബോധ്യം നമുക്ക് ലഭിക്കുകയാണ്. സങ്കീർത്തകൻ 143:10 പറയുന്നത് പോലെ, കർത്താവേ, അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നല്ല നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് കൂടെയുള്ളപ്പോൾ നമ്മുടെ കോൺഷ്യൻസ്, നമ്മുടെ ചിന്തകൾ ഇതൊക്കെ നല്ല നിരപ്പുള്ള വഴിയിൽ കൂടിയാവും. നല്ല ചിന്തകൾ, അതുപോലെ നല്ല വിശ്വാസബോധ്യങ്ങൾ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പെന്തക്കുസ്താ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ആമേൻ.